ഇബാദത്തുകൾക്ക് അള്ളാഹിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ യാത്ര ചെയ്യാനുള്ള പാസ്പോർട്ടാണ് wudu. വിസ എന്ന് പറയുന്നത് ഇബാദത്താണ്. wudu എന്ന പാസ്പോർട്ടിൽ നിസ്കാരം എന്ന് വിചാരിക്കണം. wudu എന്ന പാസ്പോർട്ടിൽ ഖുർആൻ ഓതുക എന്നുള്ള വിചാരിക്കണം. wudu എന്ന പാസ്പോർട്ടിൽ തവാഫ് ചെയ്യാന്നുള്ള വിചാരിക്കണം. ഓ ഉമ്മപങ്ങന്മാർ, wuduവോടുകൂടെ മൊബൈൽ നോക്കി ഓതുന്നതിനേക്കാൾ എത്രയോ പ്രതിഫലം മുസാഹഫ് നോക്കി ഓതലാണ്. അപ്പൊ മുസാഹഫ് നോക്കി ഓതാൻ വേണ്ടി നമ്മൾ wudu എടുത്തിട്ട് ഖിബലക്ക് അഭിമുഖമായി ഇരിക്കുന്ന സ്ഥലം ഒന്ന് വൃത്തിയാക്കി, അവിടെ കുട്ടി മൂത്രമൊഴിച്ചതും ഇവിടെ മറ്റതും അങ്ങനത്തെ ഒക്കെ പെട്ട് നല്ല വൃത്തിയാക്കി അല്ലാഹു റബ്ബി അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ മുസാഹഫ് ഒന്നിങ്ങനെ ചുംബിച്ചിട്ട് മുസാഹഫ് എടുത്തു, മുസാഹഫ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു, അല്ലെങ്കിൽ ഒരു തലയണയുടെ മുകളിൽ വെച്ചു. അങ്ങനെ മുസാഹഫ് ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് നമ്മൾ ഓതാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അപ്പുറത്തെ മൊബൈൽ ഇപ്പുറത്തെ മൊബൈൽ. ഇപ്പൊ എല്ലാവരും 2 മൊബൈലുണ്ട്. എൻ്റെ അടുത്തുകൊണ്ടൊന്ന് കുട്ടിക്കോളിങ്ങൾ 2 മൊബൈൽ വന്നപ്പോൾ എന്താ, ഈ ഇരട്ട കുട്ടികളെ പ്രസവിച്ച മാതിരിയായി. ഒന്നിനെ കരച്ചിൽ നിർത്തുമാതിന് മറ്റത്, അതിന്റെ കരച്ചിൽ നിർത്തുമാതിന് ഇല്ലേ. പിന്നെ എപ്പോഴാ ഓതാന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആയത്തും പൂർത്തിയാക്കാൻ നേരം ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഈ മൊബൈലൊക്കെ തൽക്കാലം ഒന്ന് സൈലന്റ് ആക്കി വെച്ചിട്ട് മറ്റു വിഷയങ്ങൾ ഉമ്മമാരെ ഓർക്കണം. ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നാൽ ഓതിക്കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ശ്രദ്ധയും ഖുർആനിൽ തന്നെ. ബഹുമാനപ്പെട്ട ബീവി റഹ്മത്തിന്റെ ആയത്ത് ഓതുമ്പോൾ അള്ളാഹിന്റെ റഹ്മത്തിൽ കൊതിച്ചുകൊണ്ട് അള്ളാഹിനോട് കരയുന്നു. അദാബിന്റെ ആയത്തിറങ്ങുമ്പോൾ അള്ളാഹ് ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ കരയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഖുർആൻ ഓതി കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ വസ്ത്രത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ഏതാണ് ആ വെള്ളം എന്നറിയോ? ഖുർആൻ ഓതി കരഞ്ഞ കണ്ണുനീരാണ്. ഫഇല്ലം തബ്കൂ ഫതബാകൂ സദഖ റസൂലുള്ളാഹി. പടച്ചോനെ, ഇത് അള്ളാന്റെ ഖുർആനാണല്ലോ എന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ഈ ഖുർആനാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ, ഇന്ന് ഭൂമിയിൽ, നാളെ ഖബറിൽ, മറ്റന്നാ മഹ്ശറിൽ. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. നിങ്ങൾ ഖുർആൻ ഓതുന്ന പതിവുകാരാവണം. ഖുർആൻ നിങ്ങളെ തേടി മഹ്ശർ മുറ്റത്ത് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതല്ല ഒരു പരിചയക്കാരനെ കിട്ടൽ എവിടെ? ഒരു പരിചയക്കാരനെ കിട്ടിയാൽ ഒരു ഉഷാറാണോ അല്ലേ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മുമ്പ് ഒരു ദിവസം ദുബായി പോകാൻ വേണ്ടി, സിംഗപ്പൂരിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ യാത്ര ചെയ്തതിൽ പേജ് തീർന്നിക്കണം. പോകാൻ പാടിക്കാട് നോക്കുമ്പം പേജില്ല. പടച്ചോൻ, എനിക്കാണെങ്കിൽ മറ്റന്നാൾ പോകുമ്പോൾ എന്ത് ചെയ്യും? അപ്പം പിടിച്ച് ഏതായാലും വരുമ്പോലെ വെറ്റനി അച്ഛന് മലപ്പുറം പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് അവിടെ എന്നെ അറിയുന്ന പോലെ ആരാ. പക്ഷെ ഞാൻ അങ്ങോട്ട് അറിയുന്ന പോലെ ഇല്ലെങ്കിലും എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നി, ഇങ്ങോട്ട് അറിയുന്ന പോലെ ഉണ്ടോ നോക്കാം. ചെറിയ സംഗതി അങ്ങനെയാണ്. ചെവി പിടിച്ച് വലിച്ചിട്ട് ആട് ജീപ്പ് കയറുന്നില്ല, അപ്പോൾ കാല് പിടിച്ച് ബാക്കിൽ കാണാൻ വെച്ചു ചാടിയാണ് കയറി. അപ്പം എന്ന മാതിരി ഉണ്ടാകേണ്ട ചെറിയ സംഗതി. എല്ലാം ഇങ്ങനെ ഒരേമാതിരി മാത്രം കുട്ടാൻ പോരാ. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആ കടലാസൊക്കെ പണം കൈ പിടിച്ചാണ് ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ കൂടെയാണ് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു വരും 4 റൗണ്ട്. എൻ്റെ ഉദ്ദേശം എന്താ, ഇങ്ങോട്ട് അറിയണവരാരെങ്കിലും. അപ്പം മോളിൽ നിന്ന് കണ്ണാടിക്കൂട്ടിലൊരു കുട്ടി കണ്ട്. ആ കുട്ടി പാഞ്ഞു വന്ന് അസ്സലാമു അലൈക്കും ഉസ്താദ് എന്തേ ഇവിടെ ചോദിച്ചു. ഞാൻ ചോദിച്ചു, ഇജ്ജെന്തേ? എനിക്കിവിടെ ജോലിയാണ് ഉസ്താദ്. എന്നെ തന്നെയാണ് ഞാൻ നോക്കിയത്. അപ്പം എന്തേ ഉസ്താദ് ചോദിച്ചു. എടാ, എൻ്റെ ഈ പാസ്പോർട്ട് പേജ് തീർന്നിക്കണം, തൽക്കാലം മുതൽക്ക് പാസ്പോർട്ട് മാറ്റി കിട്ടണം, അല്ലെങ്കിൽ പേജ് കൂട്ടി കിട്ടണം. അത് സാരമില്ല ഉസ്താദ്, നിങ്ങളെ പാസ്പോർട്ടൊക്കെ തരുന്നതാണ്. അതൊക്കെയാണ് വാങ്ങി. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ എവിടെയെങ്കിലും ഒരു 2 മണിക്കൂർ വിശ്രമിച്ചോളിയാണ്. അപ്പം അതിൻ്റെ തൊട്ടല്ലേ നമ്മളെ വാദി സലാം, എനിക്കവിടെ പ്രസിഡന്റിൻ്റെ പണി ഉണ്ടല്ലോ. അപ്പം ഞാൻ ആ പണികളൊക്കെ ഇങ്ങനെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ ആയപ്പം ഈ കുട്ടി വിളിച്ചു. അല്ലാഹു റബ്ബി, ഒരു 2.5 മണിക്കൂറായിട്ടുണ്ടാവും. വിളിച്ച് നേരെ പാസ്പോർട്ട് ഓഫീസറെ മുമ്പ് ചെന്ന് എനിക്ക് പോകാനുള്ള സംഗതിയും കാര്യമൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പം തന്നെ ആ പാസ്പോർട്ട് റെഡിയാക്കിയിട്ട് നമുക്ക് കിട്ടും. ഒരു പരിചയക്കാരനെ കണ്ടതിൻ്റെ കൊണ്ടാണ്, ഞാൻ അതുകൊണ്ട് പാസ്പോർട്ട് ഓഫീസിൽ വല്ലതും ഉണ്ടെങ്കിൽ ഇന്നെ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട, അത് കുറേ മുമ്പാണ്. അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരുമാറാവട്ടെ. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഉസ്താദ്. ഇപ്പം ഇന്നാളെ ഇവിടുന്ന് ആ കാനഡ വളവുണ്ടല്ലോ, അവിടുന്ന് ഒരു കൂട്ടർ ഇന്നെ വേദന വിളിച്ചാൽ വേണ്ടി വന്നിരുന്നു. ഒരു മെനക്കെട്ട് ഇന്നെ തന്നെ വിളിച്ച്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ എൻ്റെ ബജാർ ഇങ്ങനെ കൂട്ടി? ഞാൻ കഴിഞ്ഞോലെ നിങ്ങൾക്ക് വേദ പറഞ്ഞില്ലേ? അല്ലാതെ നിങ്ങളില്ല ഞാൻ പറ്റൂല എന്നാണ് അവിടുത്തെ ആൾക്കാർ പറയണത്. അപ്പം എന്തേ ചോദിച്ചു. അത് അവിടെ കുറച്ച് ആൾക്കാർ, 10-12 ആൾക്കാർ ഖുർആൻ ഖത്തം നേർച്ചയാക്കിയിട്ട് കുടുങ്ങി കുത്തിരിക്കുകയും. അപ്പോഴാണ് നിങ്ങൾ വന്നെങ്ങാണ്ട് 3 കുൽഹുവല്ലാഹു ഓതി അവർ ഖത്തം തീരുന്നുണ്ട്. അതിമേലാണ് ഓരൊക്കെ കഴിച്ചിലായത്. അപ്പം ഇങ്ങനത്തെ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ തന്നെ വരണമെന്നാണ് പറയണത്. നോക്കി നിങ്ങൾ ഓരോരോ കട്ടക്കാരും വന്നു ചേരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ ഞാൻ പറ്റൂല. അള്ളാഹു നീ ഖൈർ നൽകണേ അല്ലാഹ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഓർക്കണം നിങ്ങൾ. ഖുർആൻ ഇങ്ങനെ ഓതുമ്പം നമ്മളെ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒന്നിനെ മുറുകെ പിടിച്ചണം.
നമ്മൾ ദിവസം അല്പം ഖുർആൻ ഓതുക. ഒരു ജുസ് ദിവസം ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീരും. അര ജുസ് ആണെങ്കിൽ 60 ദിവസം കൊണ്ട് തീരും അല്ലേ? നമുക്ക് ഏതാണ് പാകം എന്ന് നോക്കിയിട്ട് ദിവസം കുറേശ്ശെ ഖുർആൻ ഓതുക. താജുൽ ഉലമ ഉള്ളാളത്തെ ഉപ്പാപ്പ മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഖുർആൻ ഖത്തം തീർക്കേണ്ടത് എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ ഒരു ഹദീസുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും ഖത്തം തീർക്കുക. താജുൽ ഉലമ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീരും. ഈ വെള്ളിയാഴ്ച ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ചക്ക് രണ്ടാമത്തെ തീരും. മഹാന്മാര് പല പതിവും കാണും. റമദാനിൽ ഉപ്പാപ്പ 2 ഖത്തം തീർക്കും. 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീരും. അങ്ങനെ എല്ലാ റമദാനിലും ഉപ്പാപ്പ 15 ഖത്തം ഓതും. ഒരു റമദാനിക്ക് 13 ഖത്തമേ ആയുള്ളൂ. അന്ന് റമദാൻ മാസം 29 മാസപ്പിറവി ഉറപ്പിച്ചപ്പോൾ ഉപ്പാപ്പ കരയാൻ തുടങ്ങി. പടച്ചോനെ, ഇന്റെ ഖുർആൻ ഓതി പൂർത്തിയായിട്ടില്ലല്ലോ, റമദാനിൽ ഓതേണ്ടത് റമദാനിൽ തന്നെ ഓതണ്ടേ, യാ റബ്ബ് യാ റബ്ബ്. അങ്ങനെ എത്ര മഹാന്മാരെ കാണും നമുക്ക് പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അപ്പൊ വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന് നമുക്കെന്ത് വേണം? ഒരു പതിവ് വേണം. അതനുസരിച്ച് നമ്മൾ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആൻ ഓതുന്നതിന്റെ വല്ലാത്ത പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ഒരു പതിവ് അനുസരിച്ച് അല്പാൽപ്പം ഓതിയിട്ട് ഖുർആൻ ഖത്മ് ചെയ്യുക. അങ്ങനെ ഖുർആൻ ഖത്മ് ചെയ്യുമ്പോൾ ഒരു ഖത്തം തീർക്കുമ്പോൾ തന്നെ 5000 മലക്കുകൾ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഖുർആന് നമ്മളെ നല്ല പരിചയമാണ്. ഖുർആന് നമ്മളെ നല്ല പരിചയമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓതുന്ന ഒരു സൂറത്തുണ്ട്. അതാണേത്? സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹത്തുൽ കിതാബ്, ഉമ്മുൽ കിതാബ്. അല്ലാഹു റബ്ബി ഫാത്തിഹ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. എത്ര പേരുകളെ കൊണ്ട് പ്രസിദ്ധമാണ്. സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത് ഷാഫിയ, എല്ലാ രോഗത്തിനും ഷിഫയാണ്. അൽ കാഫിയ, അത് എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാകാൻ മതിയായതാണ്. അല്ലാഹു റബ്ബി സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ 7 ആയത്താണ്. ഫാത്തിഹ എത്ര ആയത്താ? 7 ആയത്താണ്. നരകത്തിന്റെ വാതിൽ എത്ര? നരകത്തിന്റെ വാതിൽ 7 എണ്ണാണ്. നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റൂല. കുറച്ച് നിങ്ങളെത്തി ശ്രദ്ധ വേണം. അതിനാ ഞാൻ പറഞ്ഞത്. മദ്രസയിൽ മുഫത്തിശ് വന്നിങ്ങാണ്ട് ചോദിച്ചല്ലോ, സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന്. അപ്പൊ കുട്ടികളൊക്കെ ഇങ്ങനെ അന്തം വിട്ടുമ്പോ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. ഫസ്റ്റായില്ലേ? അതിന് പിന്നെ ഇപ്പൊ നിർത്തിയപ്പം പറ്റുമെന്ന് നോക്കേണ്ട കാര്യമല്ലല്ലോ. നിങ്ങളിങ്ങനെ മുങ്ങിയാ പറ്റൂല. ഒന്ന് നമ്മൾ ഉണരണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാഹ്. ഫാത്തിഹ 7 ആയത്താണ്. നരകത്തിന് 7 വാതിലാണ്. ഈ 7 കൊണ്ട് ആ 7നെ കാത്തോ. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഈ അസ്സബുൽ മസാനി എന്ന് കൊടുത്ത് നല്ലോരൊന്ന് നോക്കിയാൽ എത്ര വിവരങ്ങളാണ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പടച്ചോനെ ഇബ്നു അജീബ് തങ്ങളൊക്കെ അവിടെ അങ്ങോട്ട് പറഞ്ഞത് യാ റബ്ബ് യാ റബ്ബ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഫാത്തിഹ 7, നരകത്തിന്റെ വാതിൽ 7. കണ്ട നിങ്ങൾ, ഏതൊരു നിസ്കാരത്തിനും ഫാത്തിഹയാണ്. എന്താ കാരണം? നരകത്തിന്റെ വാതിൽ അടക്കപ്പെടണം. നമ്മളെ ആലിമീങ്ങളൊരു വിഷയത്തിനാണ് ഒരുങ്ങുമ്പോൾ പുതിയാപ്പള വരികയാണെങ്കിലും അൽ ഫാത്തിഹ, പുതിയ ഇറങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ, അല്ലാഹ് ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും അൽ ഫാത്തിഹ, ഒരു യോഗം ആരംഭിക്കുകയാണെങ്കിൽ എല്ലാറ്റിനും എന്തുകൊണ്ട്? ഫാത്തിഹ. നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നരകത്തിലേക്ക് കാരണമാക്കരുത്. നിങ്ങൾ ആ ഫാത്തിഹ 7 ആയത്ത് എല്ലാ നിസ്കാരത്തിലും ദിവസം നമ്മൾ ഫാത്തിഹ ഇങ്ങനെ ഓതുക. പാപ്പാന്റെ പേര് ഒരു ഫാത്തിഹ, ഉമ്മാന്റെ പേര് ഒരു ഫാത്തിഹ, ശേഖന്മാരുടെ പേര് അങ്ങനെ ഫാത്തിഹ